വചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ തിരുവചനമാക്കി തീർക്കണേ. സ്നേഹമുള്ളവരെ, ഹെബ്രായ ലേഖനത്തെക്കുറിച്ചുള്ള നമ്മുടെ പഠനം തുടരുകയാണ്. ഈ ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക. 5-ാം അധ്യായം 11 മുതൽ 10-ാം അധ്യായം 39 വരെയുള്ള ഭാഗം ഈ ലേഖനത്തിലെ ഒരു പ്രധാന ഭാഗമാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ കണ്ടതാണ്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം യേശുക്രിസ്തുവിൻ്റെ ഇറ്റേണൽ പ്രീസ്റ്റ്ഹുഡ് ആൻഡ് ഇറ്റേണൽ സാക്രിഫൈസ്, ഈ രണ്ട് ആശയങ്ങളാണ്. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ പ്രധാന സവിശേഷതകൾ, അത് രണ്ടും മനസ്സിലാക്കുന്നതിന് മുൻപ് ഹെബ്രായ ലേഖനത്തിലുടനീളം നമ്മൾ കാണുന്ന ഒരു പ്രയോഗമാണ് മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനായിരിക്കും എന്ന് പറയുന്ന ഒരു കാര്യം. എന്താണ് ഈ മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുക? 7-ാം അധ്യായം 17-ാമത്തെ വചനത്തിലും മറ്റു പലയിടങ്ങളിലും നമ്മൾ കാണുന്നതാണ്. ആരാണ് മെൽക്കിസദേക്ക്? ഉൽപ്പത്തിയുടെ പുസ്തകം 14-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വചനങ്ങളിലാണ് നമ്മൾ മെൽക്കിസദേക്ക് എന്ന വ്യക്തിയെ കണ്ടുമുട്ടുക. സാലേം രാജാവായ മെൽക്കിസദേക്ക് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനാണ് എന്ന് നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലെ സങ്കീർത്തന പുസ്തകങ്ങളിൽ 110-ാം സങ്കീർത്തനം 4-ാം വചനത്തിൽ മെൽക്കിസദേക്കിനെ കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട്. ആ സങ്കീർത്തന ഭാഗമാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഹെബ്രായ ലേഖനത്തിൽ കാണുന്നത്. പഴയ നിയമത്തിൽ വേറൊരിടത്തും തന്നെ മെൽക്കിസദേക്കിനെ കുറിച്ചുള്ള ഒരു പരാമർശം പോലും നമ്മൾ കാണുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ നിത്യപൗരോഹിത്യത്തെ മെൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യവുമായാണ് ഹെബ്രായ ലേഖനകർത്താവ് ബന്ധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ചിന്തിക്കുക, ഈ മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുക എന്നാണ്. രാജാക്കന്മാരെ തോൽപ്പിച്ച് സഹോദര പുത്രനായ ലോത്തിനെ രക്ഷിച്ച അബ്രാഹത്തെ അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് എതിരേറ്റ സാലേം രാജാവാണ് മെൽക്കിസദേക്ക്. ഇത് നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ് കാണുന്നത്. അവിടെ നമ്മൾ കാണുന്ന മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ അദ്ദേഹം അബ്രാഹത്തെ ആശീർവദിച്ചപ്പോൾ അബ്രാഹം തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ദശാംശം മെൽക്കിസദേക്കിന് കൊടുത്തു. ഹെബ്രായ ലേഖനകർത്താവ് ക്രിസ്തുവിൻ്റെ നിത്യപൗരോഹിത്യത്തെക്കുറിച്ച് ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുക. അബ്രാഹവും മെൽക്കിസദേക്കും തമ്മിൽ കണ്ടുമുട്ടുന്നതിൽ 2 ചിന്തകളാണുള്ളത്. അത് ഹെബ്രായ ലേഖനം 7-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വചനങ്ങളിലാണ് നമ്മൾ കാണുക. ആ ലേഖനഭാഗം വായിക്കുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുക. അതിലെ ഒന്നാമത്തെ കാര്യം ഇതാണ്: മെൽക്കിസദേക്ക് അബ്രാഹത്തെ അനുഗ്രഹിക്കുന്നത് സൂചിപ്പിക്കുന്നത് ലേവി പൗരോഹിത്യത്തെക്കാൾ മെൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യം ഉന്നതമാണ് എന്നതാണ്. കാരണം ലേവി അബ്രാഹത്തിൻ്റെ പാരമ്പര്യത്തെയാണല്ലോ പ്രതിനിധീകരിക്കുക. ഒരിക്കൽ കൂടി ഞാൻ ഈ കാര്യം പറയാം. 2 ചിന്തകളാണ് ഹെബ്രായ ലേഖനം 7-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുക. ഒന്നാമത്തേത് ഇതാണ്: മെൽക്കിസദേക്ക് അബ്രാഹത്തെ അനുഗ്രഹിക്കുന്നത് സൂചിപ്പിക്കുക ലേവി പൗരോഹിത്യത്തെക്കാൾ മെൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യം ഉന്നതമാണ് എന്നതാണ്. കാരണം ലേവി അബ്രാഹത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്നാണല്ലോ വരിക. അബ്രാഹത്തിൻ്റെ പാരമ്പര്യത്തെയാണ് ലേവി പ്രതിനിധീകരിക്കുക. രണ്ടാമത്തെ കാര്യം, എബ്രഹാം മെൽക്കിസദേക്കിന് ദശാംശം കൊടുത്തതിലൂടെ ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങളിൽ നിന്ന് ദശാംശം വാങ്ങിയ ലേവി ഗോത്രം മെൽക്കിസദേക്കിന് ദശാംശം നൽകുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 14-ാം അധ്യായത്തില് ഒരു കൂട്ടിച്ചേർക്കപ്പെട്ട സംഭവം പോലെയാണ് ഈ മെൽക്കിസദേക്കിന്റെ പ്രതിപാദനത്തെ നമുക്ക് കാണാൻ സാധിക്കുക. കാരണം ഹെബ്രായ ലേഖനകർത്താവ് പറയുന്നത് പോലെ മെൽക്കിസദേക്കിന് പിതാവോ മാതാവോ വംശപരമ്പരയോ ഇല്ല. ഹെബ്രായ ലേഖനം 7-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നതാണ്. അവന്റെ ദിവസങ്ങൾക്ക് ആരംഭമോ ആയുസ്സിന് അവസാനമോ ഇല്ല. മെൽക്കിസദേക്ക് എന്ന പുരോഹിതനെ കുറിച്ച് ഉള്ള സൂചനകളുടെ കാരണവും നമുക്ക് വ്യക്തമല്ല. ഇനിയും മെൽക്കിസദേക്കിന് ഈ
ജനേസസിന്റെ പുസ്തകത്തിൽ കണ്ടതിന് ശേഷം നമ്മൾ കാണുക സങ്കീർത്തനങ്ങളിലാണ്. 110 സങ്കീർത്തനം 4 വചനത്തിൽ. 110 സങ്കീർത്തനം ഒരു മെസ്സയാനിക സങ്കീർത്തനമാണ്. സങ്കീർത്തന ക്ലാസ്സുകളിൽ നമ്മൾ മെസ്സയാനിക സങ്കീർത്തനത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. അവിടെ മെൽക്കിസദേക്കിന്റെ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള പ്രതിപാദനം ദാവീദുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോഴാണ് നമുക്കിതിന്റെ അർത്ഥം കുറച്ചുകൂടി വ്യക്തമാവുക. ലേവി പൗരോഹിത്യത്തെക്കുറിച്ച് ഒരുപക്ഷെ അതൃപ്തി തോന്നിയ ഒരു സാഹചര്യത്തിലാകാം ഇസ്രായേൽ ജനതയുടെ ഇടയിൽ നിത്യ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ചിന്തകള് രൂപപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ നിത്യ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ചിന്ത മെൽക്കിസദേക്കിൽ കണ്ടുമുട്ടുക. പുതിയ ഒരു പൗരോഹിത്യ ക്രമം ദൈവം ആരംഭിക്കുന്നതിൽ ജനങ്ങൾ തങ്ങളുടെ പ്രതീക്ഷ അർപ്പിച്ചു. ലേവി പൗരോഹിത്യം മരണത്തിന് വിധേയപ്പെടുമ്പോൾ നിത്യതയുടെ ഒരു പൗരോഹിത്യ ക്രമത്തിന്റെ നിഴലുകളിലാണ് മെൽക്കിസദേക്കിന്റെ ക്രമത്തെ നാം കാണുക. കർത്താവിന്റെ പേടകം ഓബദ് ഏദോമിന്റെ ഭവനത്തിൽ നിന്ന് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദാവീദ് കർത്താവിന്റെ മുമ്പിൽ ദഹന ബലികളും സമാധാന ബലികളും അർപ്പിച്ചു. ബലിയർപ്പണത്തിന് ശേഷം ദൈവനാമത്തിൽ ദാവീദ് ജനങ്ങളെ അനുഗ്രഹിച്ചു. അവർക്ക് അപ്പവും മാംസവും മുന്തിരി അടയും വിതരണം ചെയ്തു. ഇത് സൂചിപ്പിക്കുക അബ്രാഹത്തിന് മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നതും അബ്രാഹത്തെ അനുഗ്രഹിച്ചതുമായി ബന്ധപ്പെടുത്തിയാണ്. അതുപോലെ തന്നെ നമ്മൾ സാമുവേലിന്റെ 2 പുസ്തകത്തിൽ കാണുന്ന ഒരു സംഭവമാണ്. ദാവീദ് ജബൂസ്യരിൽ നിന്ന് ജെറുസലേം പിടിച്ചടക്കി കഴിഞ്ഞപ്പോൾ മുതൽ സാദോക്ക് എന്നൊരു പുരോഹിതനെയാണ് അവിടെ നമ്മൾ കാണുക. ഈ സമയത്ത് ദാവീദിന്റെ പുത്രരും പുരോഹിത വൃത്തി ചെയ്തിരുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. ദാവീദ് യഥാർത്ഥത്തിൽ ലേവി ഗോത്രത്തിൽപ്പെട്ട ആളല്ല. ദാവീദ് യൂദ ഗോത്രത്തിൽപ്പെട്ട ആളാണ്. ദേവാലയ പ്രതിഷ്ഠയുമായി ബന്ധപ്പെടുത്തി രാജാക്കന്മാരുടെ 1 പുസ്തകം 8 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് സോളമൻ പുരോഹിതന്റെ ജോലി നിർവഹിച്ചിരുന്നതായിട്ട്. മെൽക്കിസദേക്ക് രാജാവും പുരോഹിതനുമായിരുന്നു. അവൻ നീതിയുടെയും സമാധാനത്തിന്റെയും രാജാവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മെൽക്കിസദേക്ക് എന്ന വാക്ക് തന്നെ മെലക് സെദക് എന്ന് പറയുന്ന 2 ഹീബ്രു പദങ്ങളിൽ നിന്നാണ്. മെലക് എന്ന വാക്കിന് രാജാവെന്നും സെദക് എന്ന് പറഞ്ഞാൽ നീതി എന്നുമാണ് അർത്ഥം. ഇങ്ങനെ പലതരത്തിൽ ദാവീദ് രാജാവിന്റെ കാലഘട്ടവുമായി മെൽക്കിസദേക്കിനെ കുറിച്ചുള്ള വിശുദ്ധ ഗ്രന്ഥ സൂചനകൾ ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ലേവി പൗരോഹിത്യത്തിൽ നിന്ന് മെൽക്കിസദേക്കിന്റെ പൗരോഹിത്യം എല്ലാ തരത്തിലും വ്യത്യസ്തവും ഉന്നതവും ആണ്. അതുകൊണ്ട് നിത്യപുരോഹിതനായ ക്രിസ്തുവിന്റെ പൗരോഹിത്യവുമായി ഈ മെൽക്കിസദേക്കിന്റെ ക്രമത്തെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത് നമ്മൾ കാണുന്ന മറ്റൊരു ആശയം, ദൈവത്തിന്റെ നിത്യമായ പദ്ധതിയിൽ രൂപമെടുത്ത ഈ പൗരോഹിത്യ ക്രമം ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട ബലിസമർപ്പണവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അങ്ങനെ ക്രിസ്തുവിന്റെ നിത്യപൗരോഹിത്യത്തിന്റെ നിഴലായി മെൽക്കിസദേക്കിന്റെ ക്രമം അറിയപ്പെടുന്നു. ദൈവത്തിനും അവന്റെ സൃഷ്ടികൾക്കും ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ ഒരു പുതിയ പൗരോഹിത്യ ക്രമം ആവശ്യമായിരുന്നു. അഹ്റോന്റെ പുത്രന്മാർ മരണത്താൽ അവസാനിപ്പിക്കപ്പെട്ടു. അല്ലെങ്കിൽ ലേവി പൗരോഹിത്യം മരണത്തോടെ അവസാനിക്കുന്നതാണ്. ജെറുസലേമിൽ ദാവീദ് ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ദശാംശം ശേഖരിച്ചിരുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ നിയമസാധുതയെ പ്രതിനിധീകരിക്കുന്നതാകാം മെൽക്കിസദേക്കിന്റെ ഈ ഒരു കഥ ഇതിനോടൊപ്പം ചേർക്കപ്പെട്ടിട്ടുള്ളത്. ലേവ്യരുടെ പൂർവികനായ അബ്രാഹാം അദ്ദേഹത്തിന് ദശാംശം നൽകി. ഇത് ലേവ്യരേക്കാൾ മെൽക്കിസദേക്കിന്റെ പൗരോഹിത്യത്തിന്റെ ക്രമം ശ്രേഷ്ഠതയുള്ളതാണ് എന്നത് സൂചിപ്പിക്കുന്നു. മെൽക്കിസദേക്കിന്റെ പൗരോഹിത്യം ദൈവത്തിന്റെ നിത്യമായ തിരുഹിതമാണ്, അതിൽ വേരൂന്നിയിട്ടുള്ളതാണ്. ദൃശ്യമായ മനുഷ്യന്റെ നിയമങ്ങളിലല്ല, മറിച്ച് ദൈവത്തിന്റെ നിത്യമായ തിരുഹിതത്തിലാണ് ഇപ്രകാരം ഒരു നിത്യ പൗരോഹിത്യം രൂപപ്പെട്ടത്. ഹെബ്രായ ലേഖനത്തിലെ 7 അധ്യായം 11 മുതൽ 28 വരെയുള്ള വചനങ്ങളില് യേശുക്രിസ്തുവിന്റെ നിത്യപൗരോഹിത്യത്തെക്കുറിച്ച് വീണ്ടും വിവരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ കാണുന്ന ഒരു കാര്യം, യൂദ ഗോത്രജനായതിനാൽ യേശു ലേവി പൗരോഹിത്യത്തിന് യോഗ്യനായിരുന്നില്ല. എന്നാൽ മിശിഹ ആയതിനാൽ യേശു നിത്യ പൗരോഹിത്യത്തിന് യോഗ്യനാണ് എന്നത് തെളിയിക്കുകയാണ്. പഴയ നിയമവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കുമ്പോൾ യേശുവിന്റെ പൗരോഹിത്യത്തിന്റെ ചില പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും. പുതിയ നിയമ പൗരോഹിത്യത്തിന് പഴയ നിയമ പൗരോഹിത്യവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ചില മാറ്റങ്ങളുണ്ട്.
പഴയ നിയമ പൗരോഹിത്യത്തിന്റെ ആ ഗോത്രത്തില് മാറ്റമുണ്ടാകുന്നു. കാരണം യേശുവിന്റെ പൗരോഹിത്യം ലേവി ഗോത്രത്തിലല്ല, പൂർണ്ണമായും ഒരു പുതിയ ഉത്ഭവമാണ്. രണ്ടാമത്തെ കാര്യം, പൗരോഹിത്യത്തിന്റെ യോഗ്യതയിലുള്ള മാറ്റമാണ്. ശാരീരിക ജനനക്രമം അനുസരിച്ചല്ല, മറിച്ച് നമ്മൾ ഹെബ്രായ ലേഖനം 7-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ കാണുന്നുണ്ട്, അക്ഷയമായ ജീവന്റെ ശക്തി നിമിത്തമാണ് യേശു പുരോഹിതനായത് എന്ന്. ലേവി പൗരോഹിത്യം അവരുടെ പുത്രന്മാരിലൂടെ ഗോത്രത്തിൽ ജനിക്കുന്നത് കൊണ്ട് തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൽ എത്തുമ്പോൾ യേശുക്രിസ്തുവിന്റെ നിത്യപൗരോഹിത്യത്തെക്കുറിച്ച് ഹെബ്രായ ലേഖനകർത്താവ് ഇങ്ങനെയാണ് പറയുക, അക്ഷയമായ ജീവന്റെ ശക്തി നിമിത്തമാണ് യേശു പുരോഹിതനായത്. മൂന്നാമത് നമ്മൾ കാണുന്ന കാര്യം, മനുഷ്യൻ ദൈവത്തോട് ഒന്നാകുന്ന രീതിയിൽ, അടുക്കുന്ന രീതിയിൽ മാറ്റമുണ്ടാകുന്നു. ഹെബ്രായ ലേഖനം 7-ാം അധ്യായം 18-19 വചനങ്ങളിലെ, നിയമത്താലല്ല ഇവിടെ ബലി സ്വീകാര്യമാകുന്നത്. നിയമം അസാധുവാക്കപ്പെട്ടത് അതിൻ്റെ ബലഹീനതയും നിഷ്പ്രയോജനവും കൊണ്ടാണ്. നിയമം ഒന്നിനെയും പൂർണ്ണതയിൽ എത്തിച്ചിട്ടില്ല. അതിനേക്കാൾ ശ്രേഷ്ഠവും ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതുമായ പ്രത്യാശ അതിൻ്റെ സ്ഥാനത്ത് നിലവിൽ വന്നു. അതായത് മെച്ചപ്പെട്ട പ്രത്യാശയാൽ മനുഷ്യൻ ദൈവത്തോട് അടുക്കുന്നു. അതാണ് ഹെബ്രായ ലേഖനം 7-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുക. മറ്റൊരു മാറ്റമാണ് ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ. അതിൻ്റെ ഉറപ്പിലും ഉടമ്പടിയിലും മാറ്റമുണ്ട്. പഴയ പുരോഹിതന്മാർ ശപഥം കൂടാതെയാണ് തങ്ങളുടെ സ്ഥാനമേറ്റത്. അവര് ഗോത്രപരമായിട്ട് പുരോഹിതന്മാരായി തീരുകയാണ്. അതാണ് ഹെബ്രായ ലേഖനം 7-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുക. എന്നാൽ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെക്കുറിച്ച് പറയുക, നീ എന്നേക്കും പുരോഹിതനാണ് എന്ന് തന്നോട് പറഞ്ഞവന് ശപഥത്തോടുകൂടിയാണ് അവൻ പുരോഹിതനായത് എന്നാണ്. അടുത്തൊരു പ്രത്യേകതയാണ് എണ്ണത്തിലുള്ള മാറ്റം. മരണം ലേവി പൗരോഹിത്യ ശുശ്രൂഷയെ പരിമിതപ്പെടുത്തുന്നുണ്ട്. അതിനാൽ അവർ എണ്ണത്തിൽ വളരെ കൂടുതലായിരുന്നു. മരണത്തോടെ ഓരോരുത്തരും അവസാനിക്കുന്നു, അടുത്തയാൾ പൗരോഹിത്യ സ്ഥാനത്തേക്ക് കടന്നു വരുന്നു. എന്നാൽ യേശു തൻ്റെ പൗരോഹിത്യം സ്ഥിരമായി നിലനിർത്തുന്നു. അവിടെ നമ്മൾ കാണുക 7-ാം അധ്യായം 24-ാമത്തെ വചനത്തിൽ, അവൻ എന്നേക്കും തുടരുന്നു എന്നാണ്. പഴയ നിയമത്തിൽ മനുഷ്യരെയാണ് പ്രധാന പുരോഹിതന്മാരായി നിയമിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ ഹെബ്രായ ലേഖനം 7-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എന്നേക്കും പരിപൂർണൻ ആക്കപ്പെട്ട പുത്രൻ പുരോഹിതനായി എന്നാണ് നമ്മൾ കാണുക. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുക? എന്നേക്കും അവൻ പരിപൂർണനാക്കപ്പെട്ടു എന്ന് പറയുന്നത് കൊണ്ട് എങ്ങനെയാണ് ക്രിസ്തു എന്നേക്കും പരിപൂർണനാക്കപ്പെട്ടത്? ക്രിസ്തുവിന്റെ സഹന മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും അവൻ നമുക്ക് നിത്യജീവൻ നൽകിക്കൊണ്ടാണ് ക്രിസ്തുവിന്റെ പൗരോഹിത്യം എന്നേക്കും പരിപൂർണമാക്കപ്പെട്ടത്. യേശുവിന്റെ മരണം ഒരു പുരോഹിത ബലിയർപ്പണമാണ്. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിലെ ഒരു വഴിത്തിരിവ് തന്നെയാണത്. അതിനാൽ പഴയ നിയമത്തിലെ താൽക്കാലിക പൗരോഹിത്യം പഴയ നിയമത്തിലെ ബലികൾ അർപ്പിക്കുന്നതിലൂടെയല്ല, മറിച്ച് യേശുവിന്റെ ബലിയിലൂടെ ആണ് പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ യേശു തന്നിലൂടെ ദൈവത്തോട് അടുക്കുന്നവരെ രക്ഷിക്കാൻ കഴിയുന്ന സ്ഥാനത്താണ്. അതാണ് ഹെബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുക. പഴയ നിയമ പൗരോഹിത്യം പൂർണ്ണമല്ല. ലേവി പൗരോഹിത്യം അതിൻ്റെ സ്വീകർത്താവിനെ പൂർണ്ണതയുള്ള ആളാക്കുന്നില്ല. അതിനാൽ ദൈവത്തിലേക്ക് അവന് പ്രവേശനം ലഭിക്കുന്നില്ല എന്നാണ് നമ്മൾ കാണുക. പഴയ നിയമപ്രകാരമുള്ള ഒരു പുരോഹിത പ്രവർത്തിക്കും സ്ഥിരമായ ഫലം നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പൂർണ്ണത എന്നൊരു ആശയം ഹെബ്രായ ലേഖനത്തിൽ ഉടനീളം നമ്മൾ കാണുന്നതാണ്. ഇത് നമ്മൾ പഴയ നിയമത്തിലും കാണുന്നുണ്ട്. പൂർണ്ണത എന്നതിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം തെലിയോസിസ് എന്നതാണ്. അതിൻ്റെ അർത്ഥം പൂർണ്ണത വരുത്തുന്ന പ്രവൃത്തി എന്നാണ്. ഒരു പുരോഹിതനായി ദൈവത്തോട് അടുക്കാൻ കഴിയണമെങ്കിൽ ഒരു മനുഷ്യൻ പൂർണ്ണത വന്നവനായിരിക്കണം. ക്രിസ്തുവിൽ ഇത് സംഭവിച്ചു. പൂർണ്ണത പ്രാപിക്കുക എന്നാൽ പാപത്തിൽ നിന്ന് എന്നേക്കുമായി ശുദ്ധീകരിക്കപ്പെടുക എന്നൊരർത്ഥമാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുക. ക്രിസ്തുവിന് ലഭിച്ച പൗരോഹിത്യ സമർപ്പണം അവനെ യഥാർത്ഥത്തിൽ പൂർണ്ണതയിലെത്തിച്ചു. കാരണം അവൻ സഹനത്തിലൂടെ അനുസരണം അഭ്യസിച്ചു എന്ന് നമ്മൾ ഹെബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. യേശു ആകട്ടെ എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് അവന്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല. എന്നേക്കുമായി സ്ഥാപിതമായ ഒരു പുരോഹിതന്
ഒരു പകരക്കാരനോ പിൻഗാമിയോ ആവശ്യമില്ല. അവൻ എപ്പോഴും മധ്യസ്ഥത വഹിക്കാൻ നിത്യമായി ജീവിക്കുന്നതിനാൽ അവൻ എല്ലാ പഴയ നിയമ പൗരോഹിത്യത്തെ മറികടക്കുന്നു എന്നാണ് ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുക. ക്രിസ്തു പൂർണ്ണതയുള്ള മഹാപുരോഹിതനാണ് എന്നത് കൂടുതൽ വ്യക്തമായിട്ട് 7-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ കാണുന്ന ഒന്നാമത്തെ ആശയം ഈശോയെക്കുറിച്ച് പറയുക, ദ ഹൈ പ്രീസ്റ്റ് വിത്ത് എ പെർഫെക്റ്റ് പവർ, പൂർണ്ണതയുള്ള ഒരു ശക്തി. അതാണ് 7-ാം അധ്യായം 25-ാമത്തെ വചനത്തിൽ കാണുക. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്ന മറ്റൊരാശയമാണ് പൂർണ്ണതയുള്ള ഒരു ജീവിതം. 7-ാം അധ്യായം 26-ാമത്തെ വചനത്തിൽ പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിന്മേൽ ഉയർത്തപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ടായിരിക്കുക ഉചിതമായിരുന്നു. അവിടെയാണ് ഒരു പൂർണ്ണതയുള്ള ജീവിതം. പരിശുദ്ധനാണ്, ദോഷരഹിതനാണ്, നിഷ്കളങ്കനാണ്, പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനാണ്, സ്വർഗത്തിന്മേൽ ഉയർത്തപ്പെട്ടവനാണ്. അതാണ് ക്രിസ്തുവിന്റെ പ്രത്യേകത. ക്രിസ്തുവിന്റെ ബലി പൂർണ്ണതയുള്ള ബലിയാണ്. അന്നത്തെ പ്രധാന പുരോഹിതന്മാരെ പോലെ ആദ്യമേ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും അനന്തരം ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും അനുദിനം ക്രിസ്തു ബലിയർപ്പിക്കേണ്ടതില്ല. കാരണം അവൻ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ നിയമനം പൂർണ്ണതയുള്ള നിയമനമാണ്. നിയമനത്തിന് ശേഷം വന്ന ശപഥത്തിന്റെ വചനമാകട്ടെ എന്നേക്കും പരിപൂർണനാക്കപ്പെട്ട പുത്രനെ നിയോഗിക്കുന്നു എന്ന് പറയുന്നു. അടുത്ത് നമ്മൾ കാണുന്ന ഒരാശയം യേശുവിന്റെ നിത്യ ബലിയർപ്പണത്തെ കുറിച്ചാണ്. ഇറ്റേണൽ സാക്രിഫൈസ്. അത് ഇറ്റേണൽ പ്രീസ്റ്റ്ഹുഡുമായിട്ട് വളരെ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ബലിയർപ്പണം പൗരോഹിത്യത്തിന്റെ അനിവാര്യമായ ഒരു ധർമ്മമാണ്. ദേവാലയത്തിനുള്ളിൽ ഒരു മൃഗത്തിന്റെ രക്തം വഹിക്കുന്ന ഒരു മഹാപുരോഹിതന് തീർച്ചയായിട്ടും പരിമിതികളുണ്ട്. എന്നാൽ യേശു സ്വയം ത്യാഗത്തിലൂടെ, സ്വയം ബലിയർപ്പണത്തിലൂടെ അവൻ പ്രധാന പുരോഹിതനായി, ആർക്കിയറേയോസ്, അവൻ ബലിയായി തീർന്നു. ഇതാണ് നമ്മൾ കാണുക. ഈ പൂർണ്ണത ഒരു ഉയർന്ന അവസ്ഥയിലേക്കാണ് നയിക്കുക. ഹെബ്രായ ലേഖനം 8-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് ഈശോയെക്കുറിച്ച് പറയുക, ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഉന്നതനായ മഹാപുരോഹിതൻ എന്നാണ്. സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട്. അവന്റെ പൗരോഹിത്യം ഉന്നതമാണ്. ലേവി പൗരോഹിത്യത്തെക്കാൾ ഉന്നതമാണ് എന്നതാണ് ലേഖനകർത്താവ് സമർത്ഥിക്കുക. രണ്ടാമത് പറയുന്ന കാര്യം, യഥാർത്ഥ സമാഗമ കൂടാരത്തിന്റെ ഉന്നതനായ ശുശ്രൂഷകനാണ് യേശു. അവൻ വിശുദ്ധ വസ്തുക്കളുടെയും മനുഷ്യനിർമ്മിതമല്ലാത്തതും കർത്താവിനാൽ സ്ഥാപിതവുമായ സത്യകൂടാരത്തിൻ്റെയും ശുശ്രൂഷകനാണ്. സമാഗമ കൂടാരത്തിൻ്റെ ഉന്നതനായ ശുശ്രൂഷകനായി ക്രിസ്തു ഉയർത്തപ്പെട്ടു. ഈ ഉന്നതനായ ശുശ്രൂഷകൻ നിരന്തരമായി ബലിയർപ്പിക്കുന്നു. പ്രധാന പുരോഹിതൻ കാഴ്ചകളും ബലികളും സമർപ്പിക്കാനാണ് നിയോഗിക്കപ്പെടുന്നത്. അതിനാൽ സമർപ്പിക്കുവാനായി എന്തെങ്കിലും ഉണ്ടായിരിക്കുക അവനും ആവശ്യമായിരുന്നു. ഇവിടെയാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ ബലിയർപ്പണത്തെക്കുറിച്ച് കാണുക. നമ്മൾ ഇതിൻ്റെ ഒരു അർത്ഥം പരിശോധിച്ച് നോക്കിയാൽ ഈ ബലിയർപ്പണം എന്നത് ഒരു വർത്തമാന കാലത്തിലാണ്, പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുക. അതിൽ ഉപയോഗിക്കുന്നത് വസ്തുക്കൾ ബലിയർപ്പിക്കപ്പെടണം എന്നുള്ള ഒരു ചിന്തയാണ്. ഇവിടെ നമ്മൾ കാണുക, മഹാപുരോഹിതന്മാർ നടത്തുന്ന സമർപ്പണം, ആ സമർപ്പണത്തെ സൂചിപ്പിക്കുന്ന വാക്ക് ഉപയോഗിക്കുക വർത്തമാനകാലത്തിലാണ്. അവിടെ അവർക്ക് എന്തെങ്കിലും ബലിയർപ്പിക്കാൻ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ കാര്യത്തിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ ഉപയോഗിക്കുന്ന ക്രിയയിൽ മാറ്റമുണ്ടാകുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 25-ാം അധ്യായം 40 നിന്നുള്ള ഒരു ഉദ്ധരണിയിൽ മോശയോട് സീനായി പർവ്വതത്തിന്റെ മുകളിൽ പോയി എല്ലാം കാണാൻ ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. മുകളിൽ കണ്ടതിൻ്റെ പകർപ്പായി ഒരു വിശുദ്ധ മന്ദിരം നിർമ്മിക്കാനാണ് പറയുക. അവിടെ ഇങ്ങനെയാണ് നമ്മൾ കാണുക, മോശ കൂടാരം തീർക്കാൻ ഒരുങ്ങിയപ്പോൾ ദൈവം ഇപ്രകാരം അവനെ ഉപദേശിച്ചു, പർവ്വതത്തിൽ വെച്ച് നിനക്ക് കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് എല്ലാം ചെയ്യാൻ ശ്രദ്ധിച്ചുകൊള്ളുക. ഇത്തരത്തിലുള്ള ഭൗമിക ആരാധന സ്വർഗീയ യാഥാർത്ഥ്യങ്ങൾ കൈവരിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സീനായിൽ മോശയ്ക്ക് കാണിച്ച ഒരു മാതൃകയുടെ
ഭൂമിയിലെ പുനർനിർമ്മാണം മാത്രമാണ് പഴയ നിയമത്തിൽ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ പഴയ നിയമ പൗരോഹിത്യ സമ്പ്രദായം യാഥാർത്ഥ്യത്തിന്റെ പകർപ്പാണ് എന്ന് ലേഖനകർത്താവ് പറയുന്നു. അത് മോശയോട് സിനായി മലയിൽ പോയി അവിടെ കാണിച്ചു തരുന്ന മാതൃകയിൽ ഭൂമിയിൽ എല്ലാം ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുക, ഒരു പുനർനിർമ്മാണം നടത്താൻ പറയുന്നു. അത് യാഥാർത്ഥ്യത്തിന്റെ നിഴലാണ്. യഹൂദ മതവ്യവസ്ഥയ്ക്ക് യാഥാർത്ഥ്യത്തിന്റെ നിഴലിന്റെ മൂല്യമാണുള്ളത് എന്നാണ് ലേഖനകർത്താവ് പറയുക. അതിനാൽ പകർപ്പിന് സ്ഥിരമായ മൂല്യം ഒരിക്കലുമില്ലല്ലോ, അത് കാലഹരണപ്പെടാം. പാപപരിഹാര ദിനം പഴയ ഉടമ്പടിയുടെ നിയമമാണ്. ആ ഉടമ്പടി കാലഹരണപ്പെട്ടു. പുതിയ ഉടമ്പടി അതിൻ്റെ സ്ഥാനത്ത് മാറ്റി സ്ഥാപിക്കപ്പെട്ടു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 31 മുതൽ 34 വരെയുള്ള വചനങ്ങളാണ് തുടർന്ന് ലേഖനകർത്താവ് നമ്മളോട് പറയുക. നമ്മളത് ഹെബ്രായ ലേഖനം 8 അധ്യായം 10 വചനത്തിൽ കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് പുതിയ ഉടമ്പടിയെക്കുറിച്ച് പറയുന്നതാണ്. എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും, അവരുടെ ഹൃദയത്തിൽ അവ ഞാൻ ആലേഖനം ചെയ്യും. ഈ ജെറമ്യാ ഉടമ്പടി പുറപ്പാട് ഉടമ്പടിയിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം ദൈവത്തിൻ്റെ നിയമങ്ങൾ ജെറമ്യാ പ്രവാചകന്റെ ഉടമ്പടിയിൽ 2 കൽപ്പലകകളിലല്ല, ഹൃദയത്തിലാണ് എഴുതപ്പെടുന്നത്. പഴയ ഉടമ്പടി പാലിക്കപ്പെട്ടില്ല. ജെറമ്യായിൽ കാണുന്ന പുതിയ ഉടമ്പടി എല്ലാ ജനങ്ങൾക്കും വളരെ പരിചിതമായിരുന്നു. അത് ദൈവവുമായുള്ള ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്കാണ് വായനക്കാരെയും കേൾവിക്കാരെയും ഉടമ്പടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെയും ക്ഷണിക്കുക. പുതിയ നിയമത്തിൽ യേശുവിൻ്റെ കുരിശിലെ മരണത്തിലാണ് ഈ പുതിയ ഉടമ്പടി പൂർണ്ണമായും സ്ഥാപിതമായിട്ടുള്ളത്. പുതിയ ഉടമ്പടി പൂർണ്ണതയുള്ള മധ്യസ്ഥനായ യേശുവിനാൽ സ്ഥാപിക്കപ്പെട്ടതാണ്. ഹെബ്രായ ലേഖനം 8 അധ്യായം 6 വചനത്തിൽ കാണുന്നുണ്ട്. അത് മെച്ചപ്പെട്ട വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമാണ്. അത് ആദ്യത്തെ ഉടമ്പടിയുടെ ബലഹീനതകളെ ഇല്ലാതാക്കുന്നു. പുതിയ ഉടമ്പടി ഒരു ആത്മീയ ശക്തിയാണ്. ആദ്യ ഉടമ്പടിയെ അത് കാലഹരണപ്പെടുത്തുന്നു. ആചാരപരമായ ബലികൾക്ക് പകരമായി യേശു വ്യക്തിപരമായ അനുസരണമാണ് വാഗ്ദാനം ചെയ്യുന്നത്. നീ എനിക്ക് ഒരുക്കിയ ഒരു ശരീരം എന്ന് നമ്മൾ ഹെബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അത് ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തെയും അനുസരണത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ്. നിയമം സ്ഥാപിച്ച ആരാധനയെ ക്രിസ്തു നിലനിർത്തുകയും ദൈവവുമായുള്ള ആഴമായ ഒരു ബന്ധം പുതിയ ഉടമ്പടിയിലൂടെ ആ അനുസരണത്തിലൂടെ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. നമ്മൾ 10 അധ്യായത്തിലെ 19 മുതൽ 39 വരെയുള്ള വചനങ്ങളില് യേശുവിൻ്റെ പൗരോഹിത്യവും ക്രിസ്തീയ ജീവിതവും തമ്മിൽ ബന്ധപ്പെടുത്തി നമ്മൾ കാണുന്നുണ്ട്. അവിടെ 3 കാര്യങ്ങളാണ് നമ്മൾ കാണുക. ഒന്നാമത്തേത് 10 അധ്യായം 22 വചനത്തില് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ 3 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുക. 10:22 ആത്മാർത്ഥമായ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നു. വിശ്വാസത്തിന്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാം എന്ന് ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തേത് പ്രത്യാശയെക്കുറിച്ചാണ്. വിശ്വസ്തനായ ഒരു ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അചഞ്ചലമായ പ്രത്യാശയെക്കുറിച്ചാണ് 10 അധ്യായം 23 വചനം പറയുക. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നമുക്ക് സ്ഥിരതയുള്ളവരായിരിക്കാം എന്ന് പറയുന്നു. ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിലെ ബലിയർപ്പണവും അനുസരണവും എല്ലാമായിട്ട് ക്രിസ്തീയ ജീവിതത്തെ ഈ ലേഖനകർത്താവ് ബന്ധിപ്പിക്കുന്നത് ഈ 3 ആശയങ്ങളിലൂടെയാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഹെബ്രായ ലേഖനം 10 അധ്യായം 22, 23, 24, 25 വചനങ്ങളിലാണ്. 24, 25 വചനങ്ങളിൽ ഉദാരമായ നമ്മുടെ പ്രവൃത്തികളിൽ പ്രകടമാകുന്ന ഫലപ്രദമായ സ്നേഹത്തെക്കുറിച്ചാണ് ലേഖനകർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുക. പൗരോഹിത്യം ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടിക്കലാക്കുന്നത് ഈ 3 കാര്യങ്ങളിലൂടെയാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അതാണ് ഹെബ്രായ ലേഖനത്തിന്റെ 10 അധ്യായം 19 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുക. 10 അധ്യായം 26 വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സത്യത്തെക്കുറിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നമ്മൾ പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നൊരു ബലി അവശേഷിക്കുന്നില്ല. അതായത് സത്യത്തെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ സത്യത്തെ ബോധപൂർവം നിരസിക്കുക. ഇത്തരം പാപങ്ങൾക്ക് ഇനിയൊരു ബലിയും അവശേഷിക്കുന്നില്ല. യഹൂദമതത്തിലേക്കുള്ള തിരിച്ചുപോക്ക് വായനക്കാർക്ക് സാധ്യമായ ഒരു വിശ്വാസ ത്യാഗമാണ്. അതായിരിക്കാം ഒരുപക്ഷെ ഇവിടെ വിവക്ഷിക്കുക. പഴയ ഉടമ്പടിയിൽ പോലും സത്യത്തെ ബോധപൂർവം നിരസിക്കുന്നത്
ബലിയുടെ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമല്ല. അത് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാണ് സംഖ്യയുടെ പുസ്തകം 15 അധ്യായം 31 വചനത്തിലൊക്കെ നമ്മൾ വായിക്കുക. ആരെങ്കിലും കർത്തൃവചനം നിന്ദിക്കുകയും അവിടുത്തെ കൽപ്പന ലംഘിക്കുകയും ചെയ്താൽ ആ വ്യക്തി തീർച്ചയായും വിച്ഛേദിക്കപ്പെടണം. അവൻ്റെ കുറ്റം അവനിൽ തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. നമ്മൾ അടുത്ത് കാണുന്ന ഒരാശയമാണ് 11 അധ്യായം മുതൽ 12 അധ്യായം 17 വചനം വരെ ഹെബ്രായ ലേഖനത്തിൽ വിശദമായി പറയുന്ന ഒരാശയമാണ് വിശ്വാസവും സഹിഷ്ണുതയും. ഫെയ്ത്ത് ആൻഡ് എൻഡ്യൂറൻസ്. എന്താണ് വിശ്വാസം? വിശ്വാസം എന്നത് ഹെബ്രായ ലേഖനം 11 അധ്യായം 1 വചനത്തിൽ പറയുന്ന ഒരു നിർവചനമാണ്. പ്രത്യാശിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടെന്ന ബോധ്യവുമാണ്. നമ്മളെല്ലാം വിശ്വാസത്തിന് പറയുന്ന ഒരു ഡെഫിനിഷനാണ് അത്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുക? 2 ചിന്തകളിൽ നിന്നാണ്, യഹൂദ ഗ്രീക്ക് ചിന്തകളിൽ നിന്നാണ് ഈ ഒരു ആശയം വരിക. പ്രത്യാശിക്കുന്ന കാര്യങ്ങളിലെ ഉറപ്പ്, കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം. വിശ്വാസത്തെ പ്രത്യാശിക്കുന്ന കാര്യങ്ങളുമായി യഹൂദ പാരമ്പര്യമാണ് ബന്ധിപ്പിക്കുന്നത്. എന്നാൽ ഗ്രീക്ക് ചിന്തയില് വിശ്വാസം അറിവിന്റെ ഉറവിടവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇങ്ങനെ ഈ 2 ചിന്തകളിൽ നിന്ന് വരുന്ന ഒരു നിർവചനമാണ് എങ്കിൽ പോലും തൊട്ട് താഴേക്ക് വരുന്ന വചനഭാഗത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും, വിശ്വാസം എന്നത് ഇങ്ങനെ ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് ഒന്നുമല്ല, അല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കൽ ഡെഫിനിഷനും അല്ല, പൂർണ്ണമായിട്ടും പ്രായോഗികമായിട്ടുള്ള ഒന്നാണ്. അങ്ങനെയാണ് പൂർവികരായ നീതിമാന്മാരുടെ വിശ്വാസത്തെക്കുറിച്ച് ലേഖനകർത്താവ് വളരെ വിശദമായിട്ട് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക. ക്രിസ്തുവിന്റെ പൗരോഹിത്യ മധ്യസ്ഥതയുടെ 3 ഘട്ടങ്ങളുടെ വെളിച്ചത്തിലാണ് രചയിതാവ് പഴയ നിയമത്തെ വീണ്ടും വായിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഈ ബലിയർപ്പണം എന്ന് പറയുന്നത്, ത്യാഗപരമായ ബലിയർപ്പണം എന്നത് പൗരോഹിത്യത്തിലെ അനിഷേധ്യമായ ഒരു ഘടകമാണ്. ഹെബ്രായ ലേഖനം 11 അധ്യായം 4 വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വിശ്വാസം മൂലം ആബേൽ കയന്റേതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് സമർപ്പിച്ചു. അടുത്ത് നമ്മളൊരു കാണുന്ന ഒരു കാര്യമാണ്, ദൈവത്തിന്റെ വലതുഭാഗത്ത് ആയിരിക്കുക. നിത്യപുരോഹിതനായ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്താണ്. അവിടെ നമ്മൾ കാണുക 11 അധ്യായം 5 വചനത്തില്, വിശ്വാസം മൂലം ഹെനോക്ക് മരണം കാണാതെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. പൗരോഹിത്യത്തെ കുറിച്ച് തന്നെ കാണുന്ന മറ്റൊരു ആശയമാണ്, വിശ്വാസികളുടെ രക്ഷയ്ക്കുള്ള ഒരു ഫലപ്രാപ്തിയാണ് യഥാർത്ഥത്തിൽ നിത്യപുരോഹിതനായ ക്രിസ്തുവിലൂടെ സംജാതമായിട്ടുള്ളത്. അതാണ് 11 അധ്യായം 7 വചനത്തിൽ നമ്മൾ കാണുക, വിശ്വാസം മൂലമാണ് നോഹ അന്നുവരെ കാണപ്പെടാതിരുന്നവയെപ്പറ്റി ദൈവം മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തൻ്റെ ഭവനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പെട്ടകം നിർമ്മിച്ചത്. ഈ 3 ഉദാഹരണങ്ങൾ പൗരോഹിത്യത്തിലെ 3 ഘട്ടങ്ങളുമായിട്ട് വളരെ യോജിച്ചു പോകുന്നതാണ്. ആബേൽ, കായേനും ആബേലും തമ്മിലുള്ള വ്യത്യാസം അർപ്പിക്കപ്പെട്ട ബലികളുടെ അടിസ്ഥാനത്തിലല്ല. ദൈവം ബലി അർപ്പിക്കാൻ കൽപ്പിച്ചതിന് പോലും നമുക്ക് അവിടെ തെളിവുകളില്ല. പിൽക്കാല ഇസ്രായേലിന്റെ ബലിവ്യവസ്ഥയിൽ നമ്മൾ കാണുന്നുണ്ട് മാംസവും ധാന്യവും ഒക്കെ ദൈവത്തിന് സ്വീകാര്യമാണ് എന്നുള്ളത്. എന്നാൽ വിശ്വാസത്തിനും ഇടയിലുള്ള ഒരു വേർതിരിവാണ് ഇവിടെ നമ്മൾ കാണുക. വിശ്വാസത്താൽ ഹാബേൽ കയന്റേതിനേക്കാൾ സ്വീകാര്യമായ ബലി സമർപ്പിച്ചു എന്നാണ് നമ്മൾ കാണുക. ബലിയുടെ യോഗ്യത അർപ്പിക്കുന്ന വ്യക്തിയുടെ വിശ്വാസത്തിലാണ് അടങ്ങിയിരിക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകം 4 അധ്യായം 2 വചനം. ബലിയുടെ യോഗ്യത അർപ്പിക്കുന്ന വ്യക്തിയുടെ വിശ്വാസത്തിലാണ് അടങ്ങിയിരിക്കുക. പിന്നെ നമ്മൾ കാണുന്ന ഒരു പഴയ നിയമ വ്യക്തിയാണ് ഹാനോക്ക്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 5 അധ്യായം 24 വചനത്തിൽ നമ്മൾ കാണുന്നു, അവൻ മരിച്ചില്ല. അതായത് ദൈവം അവനെ മരണം കൂടാതെ എടുത്തതിനാൽ അവന്റെ ശരീരം കണ്ടെത്താനായില്ല എന്നാണ് നമ്മൾ വായിക്കുക. പിന്നീട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് നോഹയുടെ വിശ്വാസം. 11 അധ്യായം 7 മുതലുള്ള വചനങ്ങളിലെ പത്രോസിന്റെ 2 ലേഖനം 2 അധ്യായം 5 വചനത്തിൽ നോഹയെ നീതിയുടെ പ്രഘോഷകനായിട്ടാണ് അവതരിപ്പിക്കുക. പ്രായോഗിക ഫലങ്ങളോടുകൂടിയ അവന്റെ വിശ്വാസമാണ് അവന് നീതിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അവന്റെ വിശ്വാസത്താലാണ് അന്നത്തെ ലോകം കുറ്റം വിധിക്കപ്പെട്ടത്. നോഹ വിശ്വാസത്താൽ വരുന്ന നീതിയുടെ അവകാശിയായി തീർന്നു. നോഹയ്ക്ക് കർത്താവിന്റെ ദൃഷ്ടിയിൽ കൃപ ലഭിച്ചു. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം 6 അധ്യായം 8 വചനത്തിൽ വായിക്കുന്നതാണ്. തുടർന്ന് നമ്മൾ അബ്രാഹത്തിന്റെ വിശ്വാസത്തെക്കുറിച്ച് വിശദമായി പറയുന്നത് കാണുന്നുണ്ട്. അബ്രാഹത്തിന്റെ വിശ്വാസത്തിന്റെ വളരെ
പ്രത്യേകതയുള്ള രണ്ട് കാര്യങ്ങൾ. ആ വിശ്വാസത്തിൽ അടങ്ങിയിരുന്ന അനുസരണത്തിന് രണ്ട് പ്രത്യേകതകളുണ്ട്. അത് നിർണായകമായ അനുസരണമാണ്, പ്രത്യാശയുള്ള അനുസരണമാണ്. എന്തുകൊണ്ടാണ് ഇതിനെ നിർണായകമായ അനുസരണം എന്ന് പറയുക? ദൈവത്തിൻ്റെ വിളി അബ്രാഹാം അനുസരിച്ചു. പിന്നെ ഇതിൽ പ്രത്യാശ അടങ്ങിയിരിക്കുന്നു. ദൈവത്തെ അനുഗമിക്കുന്നതിൽ അബ്രാഹത്തിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ഒരു തുടർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അബ്രാഹത്തിന്റെ കഥയിൽ നിന്ന് കാണുന്നതാണ്. അബ്രാഹാം ഒരു സ്വർഗീയ നഗരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചത്, ദൈവത്തെ അനുസരിച്ചത്. അബ്രാഹാം എന്താണ് വിശ്വസിച്ചത്? ദൈവം തന്റെ സന്തതിയിലൂടെ ഒരു ജനതയെ സൃഷ്ടിക്കുമെന്ന് വിശ്വസിക്കാനൊന്നുമില്ലാത്തപ്പോൾ പോലും അബ്രാഹാം വിശ്വസിച്ചു. എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് ദൈവം തനിക്കൊരു മകനെ നൽകുമെന്ന് അബ്രാഹാം വിശ്വസിച്ചു. ആത്യന്തികമായി പറഞ്ഞാൽ അബ്രാഹാം ദൈവത്തിന്റെ നിത്യ നഗരത്തിലാണ് വിശ്വസിച്ചിട്ടുള്ളത്. ഹെബ്രായ ലേഖനത്തിൽ 11-24 മുതൽ 28 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് മോശയുടെ വിശ്വാസത്തെക്കുറിച്ച്. അതിനൊരു ബലിപരമായ ത്യാഗം നിറഞ്ഞ വിശ്വാസമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാനാവും. മോശ ലോകത്തെയും അതിൻ്റെ ആനന്ദത്തെയുംകാൾ ദൈവത്തെയും അവൻ്റെ ജനത്തെയും തിരഞ്ഞെടുത്തു. മോശ നടത്തിയ ഒരു തിരഞ്ഞെടുപ്പാണ് ഇത്. അത് പ്രത്യാശയുള്ള വിശ്വാസമാണ്. പ്രതിഫലത്തിലേക്കാണ് മോശ നോക്കിയത്. മനുഷ്യരിലേക്ക് നോക്കുന്നതിന് പകരം അവൻ ധൈര്യത്തോടെ ദൈവത്തിലേക്ക് നോക്കി. ആ വിശ്വാസത്തിൽ രക്ഷാകരമായ അനുഭവങ്ങളുണ്ട്. അവൻ ദൈവത്തിന്റെ രക്ഷാകര സന്ദേശത്തിൽ വിശ്വസിച്ചു. ഇസ്രായേൽ ജനം ഈജിപ്തിലെ അടിമകളായി കഷ്ടപ്പെടുകയായിരുന്നു. രാജകൊട്ടാരത്തെക്കാൾ ഇസ്രായേലിനോടൊപ്പമുള്ള ജീവിതം മോശ തിരഞ്ഞെടുത്തു. വിശ്വാസമായിരുന്നു അവന്റെ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ചത്. അതിനാൽ തന്റെ ജനത്തിനായുള്ള ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ അദ്ദേഹത്തിന് സമഗ്രമായ പരിശീലനം ലഭിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. തന്റെ പദവിയുടെ സ്ഥാനത്ത് തുടരുന്നത് പാപങ്ങളുടെ ക്ഷണികമായ ആനന്ദമായി മോശ കണക്കാക്കി. മോശ തന്റെ ജീവിതത്തെ കണക്കാക്കിയത് താൻ ഉപേക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ദൈവം വാഗ്ദാനം ചെയ്തതിലേക്കുള്ള അവന്റെ നീക്കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ടതാണ്, മോശ തന്റെ ജീവിതത്തെ കണക്കാക്കിയത് താൻ ഉപേക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ദൈവം വാഗ്ദാനം ചെയ്തതിലേക്കുള്ള അവന്റെ നീക്കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഇസ്രായേലിന്റെ വിശ്വാസത്തെക്കുറിച്ച് ഹെബ്രായ ലേഖനകർത്താവ് വിവരിക്കുന്നത്. 11 29-30 വചനങ്ങളിലൊക്കെയാണ് നമ്മളിത് കാണുക. പഴയ നിയമ ജനതയുടെ നിരവധി പരാജയങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഉണങ്ങിയ നിലത്തെന്നതുപോലെ അവർ ചെങ്കടൽ കടന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ ഒരു ചുവടുവയ്പ്പാണ് ഇസ്രായേൽ ജനത നടത്തിയത്. വിജയിക്കും എന്നുള്ള ഒരു വിശ്വാസം. 40 വർഷങ്ങൾക്ക് ശേഷം ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസം മാത്രമാണ് ഇസ്രായേൽ ജനതയെ എല്ലാ ദിവസവും ജെറീക്കോയുടെ മതിലുകൾക്ക് ചുറ്റും നടക്കാൻ പ്രേരിപ്പിച്ചത്. അവരുടെ വിശ്വാസത്തിന്റെ ഫലമായി ജെറീക്കോയുടെ മതിലുകൾ ഇടിഞ്ഞു വീണു. നമ്മൾ ഹെബ്രായ ലേഖനത്തിലെ 12-ാം അധ്യായത്തിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രതിപാദനങ്ങൾ. സഹിക്കുന്ന ക്രിസ്ത്യാനികളുടെ കൺമുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരേയൊരു മാതൃക യേശുവാണ്. അവൻ കുരിശ് സഹിച്ചു, ശത്രുത സഹിച്ചു. വിശ്വാസത്തിന്റെ മാതൃകകളുടെ പാരമ്യമാണ് യേശു. കാരണം ദൈവത്തിന്റെ യുഗാന്ത രക്ഷാപദ്ധതിയുടെ പൂർത്തീകരണം ഉദ്ഘാടനം ചെയ്തതും അത് സ്വന്തം വ്യക്തിത്വത്തിൽ നടപ്പാക്കിയതും ക്രിസ്തു തന്നെയാണ്. ഇവിടെ നമ്മൾ ഹെബ്രായ ലേഖനത്തിൽ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള 2 കാര്യങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് കാണുന്നുണ്ട്. ശിക്ഷണത്തോടുള്ള 2 സാധ്യമായ പ്രതികരണങ്ങളാണ് നമ്മൾ അവിടെ കാണുക. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 3-ാം വചനത്തെ ആധാരമാക്കിയാണ്. അവിടെ നമ്മൾ കാണുന്നത് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 3-ാം വചനത്തിൽ അങ്ങ് അവരെ പ്രഹരിച്ചു, എന്നാൽ അവർക്ക് വേദനിച്ചില്ല. അങ്ങ് അവരെ ഇല്ലാതാക്കി, എന്നാൽ ശിക്ഷണം സ്വീകരിക്കാൻ അവർ വിസമ്മതിച്ചു. ഇവിടെയാണ് ഹെബ്രായ ലേഖനകർത്താവ് പറയുക, കർത്താവിന്റെ ശിക്ഷണത്തെ നിസ്സാരമായി കാണരുത്. അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യൻ ആവുകയും അരുത്. ശിക്ഷണം കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രവൃത്തിയായി കണക്കാക്കണം. അത് വേദനാജനകമാണ്. 12-ാം അധ്യായം 14 മുതൽ 13-ാം അധ്യായം 17 വരെയുള്ള വചനങ്ങൾ നമ്മൾ ഈ ലേഖനത്തിന്റെ ഘടനയിൽ ഏറ്റവും അവസാനം കാണുന്ന പോയിന്റാണിത്, നീതിയുടെ സമാധാനപരമായ ഫലം എന്നത്. ഇവിടെ നമ്മൾ കാണുന്നൊരു കാര്യം ഇതാണ്, വിശ്വാസികളുടെ കടമ
സമാധാനവും വിശുദ്ധിയും നേടുക എന്നതാണ്. വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോഴാണ് ഇത് വിശദീകരിക്കുക. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. വിശ്വാസികളെ തടസ്സപ്പെടുത്തുന്ന ഏറ്റവും വലിയ അപകടം ദൈവകൃപ ലഭിക്കാതെ പോവുക എന്നുള്ളതാണ്. അതിന് ഉദാഹരണമായിട്ട് പറയുക, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ ജന്മാവകാശം വിറ്റ ഏസാവ് വളരെ താഴ്ന്ന ഒരു സ്വഭാവക്കാരനായിട്ടാണ് പിൽക്കാല സമൂഹത്തിൽ കരുതപ്പെട്ടത് എന്ന് പറയുന്നു. ദൈവകൃപ നഷ്ടമാവുക എന്നുള്ളത് വളരെ അപകടകരമാണ് എന്ന ഒരു സൂചനയാണ് ഈ വചനത്തിൽ നമ്മൾ കാണുക. നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വചനഭാഗം കൂടി വിശദീകരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 25-26 വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഭൂമിയിൽ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയവനെ നിരസിച്ചവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നമ്മോട് സംസാരിച്ചവനെ നാം തിരസ്കരിച്ചാൽ രക്ഷപ്പെടുക കൂടുതൽ പ്രയാസമാണ്. അന്ന് അവന്റെ സ്വരം ഭൂമിയെ ഇളക്കി. എന്നാൽ ഇനിയും ഒരിക്കൽ കൂടി ഞാൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് ഇപ്പോൾ അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്താണ് ഈ വചനം? എന്താണ് ഈ വചനത്തിന്റെ പുറകിലുള്ള പഴയ നിയമ വചനങ്ങൾ? ഇതൊക്കെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. സീനായ് മലയിൽ ദൈവത്തിന്റെ ശബ്ദം ഭൂമിയെ പിടിച്ചുകുലുക്കി. നമ്മൾ പുറപ്പാടിന്റെ പുസ്തകം 19-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ കാണുന്നുണ്ട്, മുഴുവൻ പർവ്വതവും വല്ലാതെ കുലുങ്ങി. എന്നാൽ വരാനിരിക്കുന്ന ന്യായവിധി ദിവസത്തിൽ ഭൂചലനം ഉണ്ടാകുന്നത് പർവ്വതത്തിന് മാത്രമല്ല മുഴുവൻ സൃഷ്ടികളുടെ ക്രമത്തിനും ആയിരിക്കുമെന്നാണ് നമ്മൾ വചനത്തിൽ കാണുക. ഇപ്പോൾ അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു, ഇനിയും ഒരിക്കൽ ഞാൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും. ഇത് ഹഗ്ഗായിയുടെ പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ്. അതിലെ കടലും കരയും ഉൾപ്പെടുന്നുവെന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇവിടെ ദൈവം തൻ്റെ ജനങ്ങളോട് ഒരു ബലപ്രയോഗത്തിന്റെ ചട്ടക്കൂടിലാണ് ഹഗ്ഗായിയുടെ മുന്നറിയിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം അവൻ അവരോടൊപ്പം ഉണ്ടെന്നും അവന്റെ ആത്മാവ് അവരുടെ ഇടയിൽ വസിക്കുന്നു എന്നും, അതുകൊണ്ട് ഭയപ്പെടരുത്, ദൈവഭവനത്തിന്റെ ഭാവി മഹത്വം ഇതുവരെയും അറിയപ്പെട്ടിട്ടില്ല, എല്ലാറ്റിനെയും മറികടക്കുമെന്നുള്ള ഒരു വാഗ്ദാനത്തിന്റെ ചട്ടക്കൂടിലാണ് ഈ ഹഗ്ഗായിയുടെ പുസ്തകത്തിൽ നിന്നുള്ള ഈ വചനത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഒരിക്കൽ കൂടി എന്ന ഒരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. ഇളക്കാനാവാത്തത് നിലനിൽക്കേണ്ടതിനെ, ഇളക്കപ്പെട്ടതിനെ, അതായത് ഉണ്ടാക്കിയതിനെ നീക്കം ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എന്നുള്ള പ്രയോഗം. ഇളക്കാനാവാത്തത്, നിലനിൽക്കേണ്ടത്, ഇളക്കപ്പെട്ടത്, അതായത് ഉണ്ടാക്കിയതിനെ, നീക്കം ചെയ്യുന്നതിനെ, ഇതൊക്കെയാണ് സൂചിപ്പിക്കുക. ആകാശവും ഭൂമിയും ഇളക്കപ്പെടുമ്പോൾ ജനതകളുടെ, രാജ്യങ്ങളുടെ എല്ലാ ശക്തിയും നശിപ്പിക്കപ്പെടുമെന്നാണ് ഹഗ്ഗായിയുടെ പുസ്തകത്തിലെ നമ്മൾ കാണുക. 2-ാം അധ്യായം 21-22 വചനങ്ങളിലെ. ഇളക്കാനാവാത്തത് മാത്രമേ നിലനിൽക്കൂ. ഈ ഭൂമിയിൽ ഇല്ലാത്തത്, കൈകൊണ്ട് സൃഷ്ടിക്കപ്പെടാത്തത്, ഈ സൃഷ്ടിയിൽ നിന്നല്ലാത്തത്, അതിന് മാത്രമേ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. ക്രിസ്തുവിന്റെ നിത്യ പൗരോഹിത്യത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നതിന്റെ അവസാനത്തിലാണ് ഹെബ്രായ ലേഖനകർത്താവ് ഇത് നമ്മളോട് പറയുക. ക്രിസ്തു എന്നേക്കും നമുക്കായി നൽകപ്പെട്ട നിത്യ പുരോഹിതനാണ്. അവന്റെ മധ്യസ്ഥതയിലൂടെയാണ് നമ്മൾ ദൈവത്തിലേക്ക് എത്തിച്ചേരുക. 13-ാം അധ്യായത്തില് ദൈവത്തിന് പ്രസാദകരമായ സേവനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സഹോദര സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിനൊരു സാമൂഹിക മാനമല്ല ഉള്ളത്. ഇത് വളരെ വിലപ്പെട്ട ഒരു ചിന്തയാണ്. 13-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നമ്മൾ കാണുക, ക്രിസ്തു എല്ലാവരെയും സഹോദരി സഹോദരന്മാരാക്കി തന്റെ രക്ഷാകര പ്രവർത്തനങ്ങളിലൂടെ. ഇതാണ് സഹോദര സ്നേഹത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള ചിന്ത. വായനക്കാരുടെ വിശ്വാസം യേശുക്രിസ്തുവിലായിരുന്നു. യേശു മാറ്റമില്ലാത്തവനാകിയാൽ അവരുടെ വിശ്വാസവും സുരക്ഷിതമാണ്. അവരുടെ ബലഹീനതകളിൽ സഹതപിക്കുകയും ആവശ്യ സമയത്ത് സഹായിക്കാൻ കൃപ നൽകുകയും ചെയ്യുന്ന ഒരു മഹാപുരോഹിതനാണ് യേശു. അദ്ദേഹം ഒരിക്കലും അവിശ്വസ്തനല്ല. ദൈവത്തിന് പ്രീതികരമായ ബലിയെക്കുറിച്ച് നമ്മൾ ഹെബ്രായ ലേഖനത്തിന്റെ അവസാന ഭാഗത്തിൽ വായിക്കുന്നു. 13-ാം അധ്യായം 15-16 വചനങ്ങളിലെ. അവിടെ നമ്മൾ കാണുക, 2 രൂപങ്ങളിലാണ് ദൈവത്തിന് പ്രീതികരമായ ബലി, സ്തുതിയുടെ ബലിയും നന്മ ചെയ്യുന്നതും. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക, അപ്പോൾ അവനിലൂടെ നമുക്ക് ദൈവത്തിന് നിരന്തരമായ ഒരു സ്തുതിയാഗം അർപ്പിക്കാം. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, നിത്യപുരോഹിതനായ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ ലേഖനകർത്താവ് വായനക്കാരും കേൾവിക്കാരുമായി നമ്മളോട് പറയുക, ദൈവത്തെ ആരാധിക്കുന്നവന്റെ കടമയാണ്
നിരന്തരം ദൈവത്തെ സ്തുതിക്കുക. അതാണ് അവൻ അർപ്പിക്കേണ്ട ബലി. അവന്റെ നാമത്തെ അംഗീകരിക്കുന്ന അധരഫലമാണ് ദൈവത്തിന് നിരന്തരം അർപ്പിക്കുന്ന ബലി എന്ന് പറയുക. ഇസ്രായേലിന്റെ വളർച്ചയുടെ ചരിത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടതാണ് അവരുടെ പൗരോഹിത്യ സ്ഥാപനവും അതിൻ്റെ വളർച്ചയും. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രീസ്റ്റ്ഹുഡ്, അത് പഴയ നിയമത്തില് നമുക്ക് പഴയ നിയമ ജനതയുടെ വളർച്ചയോടൊപ്പം വളർന്നു വരുന്ന ഒരു ചിന്താഗതിയാണ്. എല്ലാ പ്രാചീന മതങ്ങളിലും തന്നെ പൗരോഹിത്യം നിലനിന്നിരുന്നു. പഴയ നിയമ പൗരോഹിത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹെബ്രായ ലേഖനം എഴുതപ്പെട്ടിട്ടുള്ളത്. പഴയ നിയമത്തിൽ കാണുന്ന 2 പൗരോഹിത്യ ക്രമങ്ങളും, അഹ്റോന്റെ ക്രമവും മെൽക്കിസദേക്കിന്റെ ക്രമവും, ക്രിസ്തു എന്ന പ്രധാന പുരോഹിതനിൽ പൂർത്തീകരിക്കപ്പെട്ടു. നിത്യ പൗരോഹിത്യത്തിന്റെ നിഴലാണ് പഴയ നിയമ പൗരോഹിത്യം എന്ന് ഇവിടെ ലേഖനകർത്താവ് നമ്മുടെ മുൻപിൽ സമർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിൽ ശക്തിയുടെയും ജീവന്റെയും ബലിയർപ്പണത്തിന്റെയും നിയോഗത്തിന്റെയും ഒക്കെ പൂർണ്ണതയുണ്ട്. ക്രിസ്തുവിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. അവൻ പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ട പ്രധാന പുരോഹിതനായതിനാൽ അവന്റെ ബലിയർപ്പണവും നിത്യമാണ്. താങ്ക് യു.